ഇന്ന് നമുക്ക് എരുന്ത് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ എരുന്ത്, ഇതിനെ ഓരോ നാട്ടിലേക്കും ഓരോ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. നമ്മളിവിടെ കോഴിക്കോടുകാർ ഇതിനെ എരുന്തെന്നാണ് പറയുന്നത്. ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണ്ട അത് ഒരു 2 തക്കാളി, വലിയ തക്കാളി, പിന്നെ അത്യാവശ്യം ചെറിയ തക്കാളിയും കൂടെ മുറിച്ചിടുന്നുണ്ട്. മാങ്ങ ഉണ്ടെങ്കിൽ ഇതിലും സൂപ്പറായിരിക്കും. ഇപ്പോൾ പച്ചമാങ്ങ നമുക്ക് നാട്ടിലിപ്പോൾ കിട്ടാനില്ലല്ലോ. മാങ്ങേൻ്റെ സീസണാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ പച്ചമുളക്, 2 പച്ചമുളക് മുറിച്ചിടാം. അതുപോലെ തന്നെ ഇഞ്ചി ഇങ്ങനെ ചെറിയതായിട്ട് മുറിച്ചിടാം. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇത്രയും വെള്ളം മതി. അതിൻ്റെ ഒപ്പം ഇങ്ങനെ നിന്നാൽ മതി. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ആ വെള്ളം കൂടെ ഉണ്ടായാൽ അത് മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ സാധാ മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരുപാട് ഇടണ്ട. ഇതിന് തന്നെ ഒരു ഉപ്പിൻ്റെ പൊടി ഉണ്ടാവും. നമുക്കെല്ലാം കൂടെ ഒന്ന് കലക്കി യോജിപ്പിക്കാം. കൈ വെച്ച് വേണം ചെയ്യാം, കറണ്ട് വെച്ചിട്ട് വേണം ചെയ്യാം. എന്നിട്ട് ഗ്യാസ് കത്തിക്കുക. ഗ്യാസിന് മുകളിലേക്ക് വയ്ക്കാം. ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഏകദേശം വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാം പുലർന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 മുറി തേങ്ങ, അതിലേക്ക് ചെറിയ 2 ഉള്ളി കൂടെ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറി റെഡിയായി. അപ്പം നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.